വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് കെ ഗോപിനാഥൻ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി സർക്കാർ പരിശോധിക്കണമെന്ന് ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളായതിനു ശേഷമുണ്ടായ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക നില പരിശോധിച്ചാൽ പലതിനും ഉത്തരം കിട്ടുമെന്ന് കെ ഗോപിനാഥന്റെ തുറന്നു പറച്ചിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് എന്ത് സാമ്പത്തികം ഉണ്ടായിരുന്നു? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം എന്തുണ്ടായി എന്നുള്ള വിവരം പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലയിലുള്ള എല്ലാ ആളുകളും കൃത്യമായിട്ട് കണക്ക് കിട്ടൽ. ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ വിരൽ തുമ്പിരിക്കല്ലേ ഇന്നത്തെ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് അന്വേഷണം നടത്താമല്ലോ. നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഗവൺമെൻറ് വിചാരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും വിഷയമാണ് ഞാനീ പറയുന്നത്. ഇന്നതെന്നല്ല, അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കിട്ടും. ഞാൻ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് അത് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുകയാണ്. അനൂപ്, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, ഒരു സൂചനയാണ് ഗോപിനാഥൻ്റെ വാക്കുകളിലുള്ളത്. അതായത് നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക നില, ആസ്തി പരിശോധിക്കണം എന്ന് വെച്ചാൽ ഈ തട്ടിപ്പിലൂടെ, ജോലി നിയമന തട്ടിപ്പിലൂടെ വന്ന പണം എവിടേക്ക് പോയി എന്ന് അതിലൂടെ വ്യക്തമായി മനസ്സിലാകും. ഈ കാലയളവിൽ കോൺഗ്രസിനെ നയിച്ച വയനാട്ടിലെ നേതാക്കളുടെ സാമ്പത്തിക വളർച്ച പരിശോധിച്ചാൽ ഈ എവിടേക്കാണ് ഈ പണം പോയതെന്ന് മനസ്സിലാകും എന്നാണോ ഗോപിനാഥൻ പറഞ്ഞതിൻ്റെ ഒരു സൂചന? ഈ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ മൂന്നാം പ്രതിയാണ് കെ ഗോപിനാഥൻ. കെ ഗോപിനാഥന്റെ വെളിപ്പെടുത്തലാണ് നാം അല്പസമയം മുമ്പ് കേട്ടത്. അദ്ദേഹം പറയുന്നത് ഈ വിധത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക പരിസരങ്ങൾ കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ NM വിജയന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് അനുബന്ധ കാര്യങ്ങളിൽ അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നും അദ്ദേഹം പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഈ ജനപ്രതിനിധിയായി മറ്റും ആളുകൾ വന്നതിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വർധന അല്ലെങ്കിൽ ആസ്തി വർധനവ് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം സർക്കാർ ഏജൻസികൾ നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയാൽ ഈ കാര്യങ്ങളിൽ പല ആരോപണങ്ങളിലും ഇപ്പോൾ പല വിധത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പല ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലുമെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും എന്നാണ് ഗോപിനാഥൻ പറയുന്നത്. ഗോപിനാഥൻ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി ഈ വിധത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നും ഈ കെ ഗോപിനാഥൻ പണം നൽകിയതും അല്ലെങ്കിൽ ആ വിധത്തിൽ പണമിടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നുമെല്ലാം NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ആ വിധത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടി ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നത്. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരുടെ ആസ്തി പരിശോധനകൾ സർക്കാർ ഏജൻസികൾ നടത്തണം. ഇപ്പോൾ ND അപ്പച്ചൻ്റെ കാര്യത്തിൽ ND അപ്പച്ചൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആസ്തി വിവരങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം മറ്റ് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ആസ്തികൾ പരിശോധിച്ചാൽ ഈ വിധത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മേൽ കൃത്യമായ കണ്ടെത്തലുകൾ സാധ്യമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഒരു പരോക്ഷ സൂചനയാണ്. അനൂപ്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തത കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസിലെ മൂന്നാം പ്രതിയാണ് കെ ഗോപിനാഥൻ. ഈ ഗോപിനാഥനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ച ഗോപിനാഥൻ പറയുകയാണ്, ജനപ്രതിനിധികളായ നേതാക്കന്മാരുടെ സാമ്പത്തിക വളർച്ച, ആസ്തി അത് പരിശോധിച്ചാൽ എല്ലാം വെളിപ്പെടും, എല്ലാം മനസ്സിലാകും എന്ന് പറയുമ്പോൾ ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികൾ, ഒരാൾ IC ബാലകൃഷ്ണൻ MLA ആണ്, മറ്റൊരാൾ DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ്. ഇവർ രണ്ടുപേരും, ഒരാൾ ജനപ്രതിനിധിയാണ്, ഒരാൾ ഇപ്പോൾ ജനപ്രതിനിധിയല്ല. അപ്പോൾ ഇവർ അപ്പച്ചനും അതുപോലെ തന്നെ ജനപ്രതിനിധിയായിരുന്നോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നോ മറ്റോ അനൂപ് പറഞ്ഞതുപോലെ ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ വ്യക്തമായ സൂചന, ഇത് ആരെക്കുറിച്ചാണ്, ആരിലേക്കൊക്കെയാണ് പണം പോയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിൽ പണം അടിച്ചു മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ പണം കിട്ടിയിട്ടുള്ളത്, എന്നാൽ ആരൊക്കെ ബലിയാടാവുന്നു എന്നാണോ ഈ ഗോപിനാഥൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? അതെ, നമ്മുടെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള പങ്ക് അദ്ദേഹത്തിന് ഉൾപ്പെടെ, അതായത് അദ്ദേഹത്തിനെതിരെ കൂടി പ്രത്യേകിച്ച് NM വിജയൻ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ, അത് മാത്രമല്ല മറ്റ് പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളിലെല്ലാം അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഏതായാലും ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ ചോദ്യത്തിന് മറുപടിയായാണ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി കണ്ടെത്താൻ ഈ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ മതി, അതുമാത്രം ഈ അന്വേഷണ ഏജൻസികൾ ചെയ്താൽ മതി, ഇപ്പോൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ മറ്റും
മറ്റന്വേഷിക്കുന്ന വിജിലൻസ് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം. അതിനനുബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും താൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ഏതായാലും ആ വിധത്തിലുള്ള പരിശോധനകൾ നടത്തിയാൽ ഈ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ്. ഐ സി ബാലകൃഷ്ണനെ കുറിച്ച് പ്രത്യേകം നമ്മൾ ചോദിച്ചു. ഐ സി ബാലകൃഷ്ണൻ ഈ വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ എൻ വിജയന്റെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള പങ്ക് താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഔദ്യോഗിക പദവികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളായി എത്തിയതിനു ശേഷം അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച പരിശോധിച്ചാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പ്രത്യക്ഷ സൂചന തന്നെയാണ് നൽകുന്നത്. ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിധത്തിൽ അഴിമതിയിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് ഈ കേസിലെ മൂന്നാം പ്രതിയായ കെ ഗോപിനാഥൻ പറയുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ, വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തെയും അതുപോലെ തന്നെ KPCC നേതൃത്വത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതല്ലേ ഈ വെളിപ്പെടുത്തൽ? തീർച്ചയായും ഇതിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അന്വേഷണം ഈ എൻ വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവിധ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിജിലൻസിന്റെ ഉൾപ്പെടെ ഈ വിജിലൻസ് അന്വേഷണമെല്ലാം എത്തി നിൽക്കുന്നത് ഈ സാമ്പത്തിക ക്രമക്കേടുകളിലും അതുമായി ബന്ധപ്പെട്ട നിയമന അല്ലെങ്കിൽ ബാങ്ക് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുമൊക്കെയാണ്. അതിൽ പ്രധാനമായും ആരോപണങ്ങൾ ഉയരുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെയാണ്. നമുക്കറിയാം ഐ സി ബാലകൃഷ്ണൻ MLA-ക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ND അപ്പച്ചനെതിരെയും എൻ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള പരാമർശങ്ങൾ മാത്രമല്ല, അതിനുശേഷം പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നാം തന്നെ കണ്ടതാണ്. ആ വിധത്തിൽ കോൺഗ്രസ്